അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ആദ്യമേ ഞാനൊരു ബോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഫില്ലിംഗ് ആണ്. എഗ് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ സവാള ചെറുതായിട്ട്, അതായത് ഒത്തിരി വലിപ്പമില്ലാത്ത രീതിയിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ആദ്യമേ ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മളുടെ ഗ്രീൻ ക്യാപ്സിക്കമാണ്. അതും ചെറുതായിട്ടാണ്. അത് ചെറിയ പോർഷൻ, ഒരെണ്ണത്തിൻ്റെ കാലെന്ന് പോലും പറയാനില്ല. അപ്പോൾ ചെറിയൊരു പോർഷൻ മാത്രം മതി. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് റെഡ് ക്യാപ്സിക്കമാണ്. അപ്പം അതും നമ്മൾ മിക്സ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു അരമുറി തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ എഗ് വൈറ്റ് ആണ്. എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് വൈറ്റ് മാത്രം എടുത്ത് കട്ട് ചെയ്ത് നമ്മളെടുത്ത് റെഡിയാക്കിയതാണ്. അപ്പം ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മളുടെ മയോണൈസ് ആണ്. മയോണൈസ് ഏകദേശം ഒരു 1/4 കപ്പോളം മയോണൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. ഓൾറെഡി നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് എടുത്ത് നിങ്ങൾ ഇത് റെഡിയാക്കിയാൽ മതി. അപ്പം ഞാൻ മയോണൈസിനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു കുറച്ച് പെപ്പർ പൗഡറാണ്. അത് ഞാനൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം. കാരണം ഓൾറെഡി മയോണൈസിന് ഉപ്പുണ്ട്. അപ്പം ഇനി ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോകും. ഇനി നമുക്കിതിനെ ഒന്ന് ചേർത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഒത്തിരി അങ്ങ് കട്ടിക്കൊന്നും അമക്കിയൊന്നും മിക്സ് ചെയ്യണം. ഒരു സാധാരണ രീതിയിൽ ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്താൽ മതി. കാരണം ഇത് ഒത്തിരി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയൊക്കെ നമ്മുടെ പൊടിഞ്ഞ് വല്ലാണ്ടായിപ്പോൾ. അപ്പം അങ്ങനെ പൊടിയാത്ത രീതിയിലൊന്ന് നമ്മൾ മൊത്തത്തിലൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് റെഡിയായി. അപ്പം നമുക്കിതിനെ മാറ്റി വെക്കാം. നമ്മൾ പുതിയൊരു ബോൾ എടുത്ത് വെച്ചു. നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒരു 2 മുട്ട നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. കൂടെ ഒരു നുള്ളു നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ അതിനെ ഒന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ മിക്സിലോട്ട് ഓരോ ബ്രെഡും ഒന്ന് മുക്കി എടുത്ത് റെഡിയാക്കി വെക്കാം. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു പാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. പാൻ വെച്ചിട്ട് നമുക്ക് ഒരു പീസ് ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ചൂടായി നല്ലവണ്ണം മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇവിടെ ബട്ടറെല്ലാം മെൽറ്റായി, അത് പാനും ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബ്രെഡിനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബ്രെഡിനെ 2 എണ്ണം വീതം നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. നല്ലവണ്ണം ടോസ്റ്റ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒത്തിരി ചൂട് ഒരു ചെറിയ തീയിൽ വെച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ചെറു തീ വെച്ചിട്ട് അതിനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ഒരു സൈഡ് അത്യാവശ്യം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കതിനെ ഒന്ന് തിരിച്ചിടാം. അല്ലോ, അപ്പം അത് ഒരു നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് കരിയിക്കാതെ അത് റെഡിയാക്കി എടുക്കണം. അപ്പം അത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ളതുകൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ചൂടോടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പിനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കാം. ഫുള്ളായിട്ട്
ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്കതിനെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഫില്ലിങ്ങിനെ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അതിനെ ബ്രെഡ് വെച്ച് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അടിപൊളി എഗ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഒന്ന് നമ്മുടെ ഈ സൂപ്പർ റെസിപ്പിയായ എഗ് സാൻഡ്വിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ട് നമുക്ക് ചെറുകടിയായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.